24 ബ്രേക്കിംഗ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾ ദുരിതത്തിൽ. പല രോഗികളുടെയും കിടത്തി ചികിത്സ ഇപ്പോഴും തറയിൽ തന്നെയാണ്. ചില വാർഡുകളിൽ ഒരു കിടക്കയിലുള്ളത് 2-ലധികം രോഗികൾ. ഡ്രിപ്പ് ട്യൂബ് പിടിച്ചു നിൽക്കേണ്ട ദുരവസ്ഥയിലാണ് എന്ന് രോഗികൾ പറയുന്നു. വർഷങ്ങളായുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ദുരിതത്തിന് ഇനിയും മാറ്റമില്ല. രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് ഡ്രിപ്പ് ട്യൂബ് പിടിച്ചു നിൽക്കേണ്ട ഗതികേട് എന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് പോലും കിടത്തി ചികിത്സ തറയിലാണ്. പലരും ഓക്സിജൻ സഹായം വേണ്ട രോഗികളാണ്. പല ജനറൽ വാർഡുകളിലൂടെയും പൂച്ചകൾ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നുണ്ട്. ഒരു ബെഡിലൊക്കെ 2 പേരാണ് കിടക്കുന്നത്. അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഓക്സിജൻ കിട്ടേണ്ട പേഷ്യൻ്റ് വരെ ഉള്ളതെന്നുള്ളത് ഭയങ്കരമായ വിഷമം തോന്നുന്നൊരു കാര്യമാണ്. നിലത്തൊക്കെ 8 രോഗികൾ ഇപ്പോൾ ഒരു വാർഡിൽ കിടപ്പുണ്ട്. അവർ കൂടെ നിൽക്കുന്നവരാണ് ഇത് പിടിച്ചേക്കുന്നത്. ട്രിപ്പ് കൈപ്പിടിച്ച് നിൽക്കണം. 2ാം മെഡിക്കൽ കോളേജിലൂടെ പ്രതിസന്ധി പരിഹരിക്കാമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. 2ാം മെഡിക്കൽ കോളേജ് എന്ന പ്രഖ്യാപനവും UDFന്റെ പ്രഥമ ബജറ്റിൽ ഉണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഉദ്ഘാടനം കഴിഞ്ഞതാണെങ്കിലും 2ാം മെഡിക്കൽ കോളേജ് എന്ന സ്വപ്നം LDF സർക്കാർ ഉപേക്ഷിക്കുകയായിരുന്നു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.